നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായതിൽ ശോഭാ സുരേന്ദ്രന് പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച 24 ന്യൂസിലെ മുൻനിര റിപ്പോർട്ടറായ ശ്രീകാന്തിനെ വറുത്തുപൊരിച്ച് അടുപ്പിൽ കയറ്റിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ശോഭാ സുരേന്ദ്രന് അതൃപ്തിയുണ്ട്, വിഷമമുണ്ട്, സങ്കടം സഹിക്കാൻ വയ്യ എന്ന രീതിയിൽ 24 ന്യൂസിൽ എക്സ്ക്ലൂസീവ് പോയി. ഈ വാർത്ത കണ്ട് ശോഭാജി പോലും ഞെട്ടി എന്നുള്ളതാണ് സത്യം. ഇതേക്കുറിച്ച് വല്ല തുമ്പും കിട്ടുമോ എന്ന് കരുതിയിട്ടാകണം ശോഭാജിയെ പിന്തുടരുകയായിരുന്നു ശ്രീകാന്തിന് കണക്കിന് നൽകുകയായിരുന്നു ശോഭാജി. ഞാൻ എല്ലാ പാർട്ടിയുടെയും നേതാവിനെ പോലെ തന്നെ സന്തോഷിച്ചാണ് എൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്. കുറച്ച് നാളായി താൻ എനിക്കെതിരെ വ്യാജവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞിട്ട് പോകാൻ നിന്ന ശോഭാ സുരേന്ദ്രനെ വീണ്ടും ചൊറിയാൻ വേണ്ടി കൊമ്പും കോലും പിടിച്ച് ശോഭാ സുരേന്ദ്രന്റെ പിന്നാലെ വീണ്ടും ഈ മാപ്ര പോയി. രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി. അധ്യക്ഷനാക്കിയത് ഏകകണ്ഠമായ തീരുമാനമാണോ എന്ന് പിന്നും റിപ്പോർട്ടർക്ക് സംശയം. നിങ്ങൾ മണ്ടനാണോ എന്ന രീതിയിലാണ് ശോഭാജിയുടെ ഉത്തരം. ഏകകണ്ഠമായ തീരുമാനം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏകകണ്ഠമായ തീരുമാനമാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന രീതിയിലായിരുന്നു ശോഭാജിയുടെ മറുപടി. കൂടാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുത്ത് കോർ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകെ വരാൻ നാണമില്ലേ? നിങ്ങൾ എൻ്റെ പുറകെ ഓടി വന്ന് ചോദ്യം ചോദിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? അത് ദുരുദ്ദേശമല്ലേ? നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ ഒരു മുൻനിര ചാനൽ അത് റിപ്പോർട്ട് ചെയ്യാതെ കുത്തിത്തിരിപ്പുണ്ടാക്കി വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനാണ് എൻ്റെ പുറകെ നിങ്ങൾ നടക്കുന്നതെന്ന് ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി പറയുകയായിരുന്നു ശോഭാജി. നോമിനേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഡ്രൈവറിനെ കാണാൻ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ റോഡിലൂടെ നടന്നത്. തിരുവനന്തപുരത്തെ ട്രാഫിക് നിങ്ങൾക്കറിയാമല്ലോ. ആ സമയത്താണ് ഈ റിപ്പോർട്ടർ തന്നെ ടാർഗറ്റ് ചെയ്ത് എക്സ്ക്ലൂസീവായി ഈ വാർത്ത നൽകിയത് എന്നും ശോഭാ സുരേന്ദ്രൻ മറ്റ് മാധ്യമങ്ങളോട് പരാതി പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്തോഷത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നോമിനേഷനിൽ സൈൻ ചെയ്തത്. ഹൊറൈസൺ ഹോട്ടൽ മുതൽ തന്നെ ഈ റിപ്പോർട്ടർ തന്നെ ഫോളോ ചെയ്യുകയായിരുന്നു. കാറിന്റെ മുമ്പിൽ ചാടി എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത് എന്ന അപേക്ഷ മാത്രമേ ഉള്ളൂ എന്നാണ് ശോഭാജി അദ്ദേഹത്തെ പരിഹസിച്ചത്. ശോഭയ്ക്ക് അതിർത്തി എന്ന് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു? ജനങ്ങളുടെ ഹൃദയത്തിൽ ഞാനുണ്ട്. ഞങ്ങളുടെ പുതിയ അധ്യക്ഷനെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ശ്രീകാന്തിന് നല്ലവണ്ണം ശോഭാജി കൊടുത്തിട്ടുണ്ട്. നാണമില്ലേ ശ്രീകാന്തെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ? നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.